എല്ലാവർക്കും നമസ്കാരം. GCD മാർട്ടിനെ കുറിച്ച് ഇപ്പോഴും പല ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പൊ ആ സംശയം ഒന്നുകൂടി ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ GCD മാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മളൊരു ഫ്ലിപ്കാർട്ട് അതേപോലെ തന്നെ ആമസോൺ പോലത്തെ ഒരു സൈറ്റാണ്. മൾട്ടി വെണ്ടർ ഇ-കൊമേഴ്സ് സൈറ്റാണ്. അപ്പൊ മൾട്ടി വെണ്ടർ ഇ-കൊമേഴ്സ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നിരവധി കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ജനങ്ങളിലേക്ക് നേരിട്ട് കമ്പനികളിൽ നിന്നും ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കാനുള്ള ഒരു സംവിധാനം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒരു ബിസിനസ് സ്ട്രാറ്റജി കൊണ്ടുവരും. ആ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ഇന്ത്യ മാർട്ടിനോ കൊടുക്കാൻ പറ്റില്ല. കാരണം സ്വന്തമായിട്ട് ടോക്കൺ ഉള്ള കമ്പനി നമ്മുടേതാണ്. അപ്പൊ ആ ടോക്കൺ ഉള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്ന അതിന്റെ ലാഭം, ആ ലാഭം നമുക്ക് തുച്ഛമായിട്ട് ഉള്ളതാണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? ഈ ലാഭത്തിന്റെ ഒരു വീതം ഇവർക്ക് അല്ലെങ്കിൽ ഈ ബയേഴ്സിന് ടോക്കണായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ആരാണ് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് അവർക്ക് ഇതിന്റെ വീതം ഒരു വീതം നമ്മുടെ GCD ടോക്കൺ എടുത്ത് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഇത്തരത്തില് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ സൈറ്റിലേക്ക് കയറാൻ. ആദ്യമൊക്കെ ഞാൻ ഓരോ കമ്പനിയെ സമീപിക്കുമ്പോൾ പലരുടെയും നെറ്റ് ചുളുങ്ങി. കാരണം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ചിന്താഗതിയിലാണ്. പക്ഷെ ഇന്ന് നിരവധി കമ്പനികളാണ് നമ്മുടെ GCD മാർക്കറ്റിംഗ് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അത് തന്നെ നല്ലൊരു സൂചനയാണ്. കാരണം ഇന്ന് നിലവിലുള്ള ഓരോ ഓൺലൈൻ ബിസിനസ് രംഗങ്ങളും അതെല്ലാം വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ GCD മാർട്ട് എന്ന് പറയുന്നത് GCD ടോക്കൺ കൈവശം വെച്ചിരിക്കുന്ന എല്ലാവരിലേക്കും അതിന്റെ ലാഭവിധം പോകുന്ന രീതിയിലേക്കാണ് അതിന്റെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. അത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഈ GCD മാർട്ട് കൊണ്ട് അല്ലെങ്കിൽ GCD പ്രസ്ഥാനം കൊണ്ട് പ്രയോജനിച്ചു. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ GCD മാർട്ടിന്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാകും. കമ്പനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് അവര് നമ്മൾ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട്, അപ്പൊ അതുപോലുള്ള സൈറ്റുകളിൽ അവർ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് നടക്കുന്ന സമയത്ത് ഇപ്പൊ 1 ലക്ഷം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് അത് വിറ്റ് കഴിയുമ്പോൾ ആ 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വരും. ആ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അത് ഒരു മാസം കിടന്നാലും അതങ്ങനെ 1 ലക്ഷം രൂപയായിട്ട് തന്നെ ആവും. പക്ഷെ GCD ടോക്കൺ വാങ്ങിക്കുന്ന കമ്പനിക്കാരന് നമ്മുടെ ടോക്കണിന് $1 മൂല്യം കൂടിയാൽ 1 ലക്ഷത്തിന്റെ ഭാഗത്ത് 2 ലക്ഷം രൂപയുടെ അസറ്റ് ആയിരിക്കും ഈ GCD ടോക്കൺ വാങ്ങിച്ചതിന്റെ പേരിൽ കമ്പനിക്കാർക്ക് കിട്ടുന്നത്. അപ്പൊ ഇതുകൊണ്ട് പ്രയോജനം ഒന്ന് കമ്പനിക്കാർക്കാണ്. കാരണം കമ്പനിക്കാരന് 1 ലക്ഷം രൂപ ലാഭം അധികമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവന്റെ എത്ര പ്രൊഡക്റ്റ് വിൽക്കേണ്ടി വരും. അപ്പൊ അത് 1 ലക്ഷം രൂപയുടെ കണക്ക് മാത്രമേ പറഞ്ഞത്. എന്നാൽ 10 ലക്ഷം രൂപയും 15 ലക്ഷം രൂപയും വില വരുന്ന മിഷനറീസുകൾ വരുന്നുണ്ട്. അപ്പോഴും അവർക്കും ഇതേ രീതിയിൽ തന്നെ അവർ GCD ടോക്കൺ മേടിക്കുന്നതിന്റെ ഭാഗമായിട്ട് $1 വർദ്ധിച്ചാൽ 10 ലക്ഷമുള്ള 20 ലക്ഷത്തിലേക്കാണ്. അപ്പൊ ഈ ബിസിനസ് സ്ട്രാറ്റജി വേറൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു 2-3 വർഷത്തിനുള്ളിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരും എന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊരു കാര്യം, ബയ്യർക്കൊരു മിക്സർ വാങ്ങിക്കുവാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ വാട്ടർ പ്യൂരിഫയർ, അത് നല്ല നല്ല കമ്പനികളുടെ ഇപ്പം 3-4 കമ്പനികളുടെ തിളക്കുന്നു. അതില് അവർ ഓഫർ ചെയ്യുന്ന പെർസെൻറ്റേജ് കമ്മീഷനുണ്ട്. പക്ഷെ അത്രയൊന്നും കമ്മീഷൻ നമുക്ക് ആവശ്യം. കാരണം ഇതൊരു ജനീയ പ്രസ്ഥാനവും ജനങ്ങൾക്ക് നല്ല സർവീസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആരെയും കൊന്നിട്ട് കാശ് പിടിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് തുച്ഛമായ ഒരു ലാഭം എടുത്തുകൊണ്ട് ബാക്കി ലാഭത്തിനുള്ള ആ വിഹിതം അവർക്ക് ടോക്കണായിട്ട് കൊടുക്കും. അപ്പൊ ഈ ടോക്കണായിട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താ? ഇപ്പം ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ സൈറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ പുറത്തെ സ്ഥിരീകരിച്ചിട്ട് വേണമെങ്കിൽ പറയാം ഒരു 500 ടോക്കൺ വരെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാം. അപ്പൊ 500 ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നേട്ടം എന്താ? ആ 500 ടോക്കൺ എന്ന് പറയുന്നത് 3ാമത്തെ ഗ്രേഡിലേക്ക് വരും. അതായത് നമ്മുടെ സ്ലാബ് സിസ്റ്റം അനുസരിച്ചിട്ട് 3ാമത്തെ ഗ്രേഡിലേക്ക് വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ലാഭത്തിന്റെ 3% ഓരോ മാസവും കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവർക്ക് ലഭ്യമാണ്. ഇനി അതുകൂടാണ്
അവർക്ക് ഈ 500 ടോക്കൺ എന്ന് പറയുന്നത് ഇതിന്റെ മൂല്യം വർദ്ധിച്ച് ഏകദേശം ഒരു 10 വർഷം കൊണ്ട് 10 പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മിനിമം മൂല്യം എന്ന് പറയുന്നത് ഒരു ടോക്കണിന് $10,000 മേടിക്കും. 14 അല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 500 ടോക്കൺ into 14 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അവരുടെ അവസ്ഥ? അവരെല്ലായിടത്തു നിന്നും പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും അല്ല ഡയറക്റ്റ് പർച്ചേസ് ചെയ്താലും അവർക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുക. കാരണം ഈ ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ലോകത്തെ കമ്പനി നമുക്ക് മാത്രമേ പറ്റൂ, നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ടോക്കൺ ഉള്ളത്. അപ്പൊ അത്തരത്തില് നമുക്ക് കിട്ടുന്ന ലാഭം, നമുക്ക് ആ ലാഭവിധം കുറച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മാസ വരുമാനം കിട്ടാനും അതിനോടൊപ്പം തന്നെ കയ്യിലിരിക്കുന്ന ടോക്കണിന്റെ അസറ്റ് വർദ്ധിച്ച് അല്ലെങ്കിൽ ഒരു സമ്പത്തിനുള്ളതായി. അപ്പൊ അവർ മുടക്കിയ ഒരു പേരോ അല്ലെങ്കിൽ ഒരു നിസ്സരയ്ക്കോ വേണ്ടി ചെലവാക്കിയ പൈസ അവർക്ക് പിന്നീട് ഈ 10ഓളം പ്രൊജക്റ്റും അവന് ഉപവിഭാഗങ്ങളിലും വരുന്ന പ്രൊജക്റ്റിൽ നിന്നൊക്കെ ലാഭം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബിസിനസ് രീതിയാണ്, അല്ലെങ്കിൽ അതാണ് നമ്മളെ ഈ സ്ട്രാറ്റജിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കും മറ്റു രാജ്യത്തുള്ള ജനങ്ങൾക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പ്രസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതല്ലാണ്ട് ഒരു സാധാരണ ക്രിപ്റ്റോ കറൻസി ബിസിനസ് അല്ല. ഇന്നിവിടെ ഇന്ത്യയിൽ കോടാനുകോടി രൂപയുടെ പ്രൊജക്ഷൻ നടക്കുന്നു, പല രീതിയിലുള്ള വ്യവസായം നടക്കുന്നു. പക്ഷെ അതൊന്നും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പങ്കാളിത്തം സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? സാമ്പത്തിക വിജയം. ഇവിടെ 20 ടോക്കൺ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു 1,700 രൂപ മുടക്കിക്കൊണ്ട് ഈ 10 പ്രൊജക്റ്റിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുകയും ചെയ്യാം. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് വാങ്ങിച്ചെടുക്കാം. കാരണം എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും കോയിൻ GK-യിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തുള്ള ജനങ്ങൾ ഇത് കാണുന്നില്ല. ഏതൊരു വ്യക്തിയും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണ ഒരു പ്രൊജക്റ്റ് കാണും. അപ്പൊ ആ പ്രൊജക്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ലോകത്തുള്ള ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ടോക്കണിന്റെ മൂല്യം വർദ്ധിക്കുകയും കൂടുതൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർദ്ധിക്കുകയും. ഇതാണ് ക്രിപ്റ്റോ കറൻസി നടക്കുന്ന ബിസിനസ്. പക്ഷെ നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിലൂടെ തന്നെ നല്ല നല്ല സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാനൊക്കെ സാധിക്കും. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ് GCD മാർട്ട്. GCD മാർട്ടിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നിരവധി പ്രോഡക്റ്റുകളാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ പ്രൊജക്ട് ഈ ഇതിൽ തന്നെ വരുന്ന സാധനങ്ങളായിരിക്കും സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്നത്. മൂന്നാമത്തെ പ്രൊജക്ട് എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാം കോടിക്കണക്കിന് രൂപ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ഈ രംഗത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. പാലം പണി ആയിക്കോട്ടെ, റോഡ് പണി ആയിക്കോട്ടെ, അങ്ങനെ നിരവധി പ്രൊജക്റ്റാണുള്ളത്. അതെല്ലാം ചുരുക്കം ചില വ്യക്തികളിൽ മാത്രമാണ് അത്തരം ബിസിനസ്സുകൾ പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ജനകീയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ വരുമാനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ജനങ്ങൾക്ക് ആവശ്യമുള്ള 10 മേഖലയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിന് നല്ലൊരു സാഹചര്യമാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അതിനെ നമ്മൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിൽ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള എല്ലാ സാഹചര്യവും. പക്ഷെ ഇന്ന് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് കുറെ ജനങ്ങളുണ്ട്. കാരണം ക്രിപ്റ്റോയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ കുറെ സ്കാം പരിപാടിയൊക്കെ ചെയ്ത് കുറെ ജനങ്ങളുടെ കാശെല്ലാം പോയി. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴും ആൾക്കാർക്ക് ചിലപ്പോൾ ഇനി തട്ടിപ്പാണെന്ന് ചിന്താകുന്നു. പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ആരെയും നിർബന്ധിച്ച് ഏർപ്പിക്കാം. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്, സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ടും കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾ ഭരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പം സാഹചര്യത്തെ നമ്മൾ മുതലാക്കിക്കൊണ്ട് നമ്മൾ ഈ രംഗത്തേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനം തുടങ്ങി 6 മാസം, അതിന് ഈ സമയത്ത് 6 മാസം കഴിഞ്ഞു.
നമ്മൾ പ്രൊജക്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ലൈസൻസ് എല്ലാം പോയി. ഇതൊരു ഇന്റർനാഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് GCD ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ GCD ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ചാനലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. 4ാമത്തെ വർഷത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ GCD മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രി. അപ്പൊ ലോകത്ത് ഉള്ള ആൾക്കാർക്കെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയിക്കാൻ കൂടിയാണ് നമ്മളിതിന് ന്യൂസ് ചാനലും കൂടിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നും മറച്ചു വെക്കാനില്ല. നമ്മളെല്ലാ കാര്യവും സുതാര്യമായിട്ട് ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇതിനകത്ത് നിരവധി ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്ത് തന്നെയായാലും നമ്മളുടെ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ നന്മകളൊക്കെ അറിയിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ GCDയുടെ ആദ്യത്തെ വാർഷികം വരുന്നത്, ആ വാർഷികത്തിന് വിവിധ മേഖലകളിലുള്ള ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവാർഡ് കൊടുക്കാനും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ സീരിയല് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരും ഒക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു അവാർഡ് കൊടുക്കുന്നത്. അത് ഓരോ വർഷവും ഓരോ സ്റ്റേറ്റിൽ വെച്ച് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് ഉപയോഗിച്ചു. ഈ വർഷം നമ്മുടെ തുടക്കം കേരളത്തിൽ നിന്നാണ്. ആ തുടക്കം കേരളത്തിൽ നിന്നായതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഓരോ വരും വർഷങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഇതിന്റെ വാർഷികം ആഘോഷം നടത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനകീയമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളുടെ ഈ ഒരു കർത്തവ്യം അല്ലെങ്കിൽ കർമ്മ മണ്ഡലം കൊണ്ട് നമുക്ക് നല്ലൊരു മാറ്റം പറ്റാൻ നമ്മുടെ സമൂഹത്തിൽ സാധിക്കും. അതിന് നല്ലവരായ നിങ്ങളെല്ലാവരും ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒത്തിരി മേഖലകളൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അവിടെ നമ്മളെല്ലാവരും സ്വയം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളത് ബോധ്യമാണ്. അപ്പൊ നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വയം ഓരോരുത്തരും രക്ഷപ്പെടാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. അത് മാത്രമേ ഇനിയുള്ള നാളുകളിൽ സാധ്യമാവുക. അതല്ലെങ്കിൽ ഇവിടെ കോർപ്പറേറ്റ് ഭരിക്കുന്ന കാലഘട്ടം തന്നെയായിട്ട് ഇനിയും മുൻപിലുണ്ട്. ബാക്കിയുള്ള ജനങ്ങളെല്ലാം മൂക്കുത്തികളായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അത് വരും തലമുറകൾക്കും അത്തരത്തിലുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ നമുക്ക്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് നല്ലത്. ഈ പ്രസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ പ്രസ്ഥാനം ഇനിയിപ്പോ ഇവിടെ തുടങ്ങി നമ്മുടെ മലയാളികൾ ഇവിടെ തുടങ്ങിയതിന് ശേഷം മലയാളി ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. മലയാളി ഇല്ലാത്ത സ്റ്റേറ്റ് ഇല്ല, മലയാളി ഇല്ലാത്ത രാജ്യമില്ല. അപ്പൊ ഇവിടെ തുടങ്ങിയ ഈ പ്രസ്ഥാനം എല്ലാ രാജ്യക്കാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരും ഇതിന്റെ പങ്കാളിത്തം സ്വീകരിച്ചുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ജനകീയ കൂട്ടായ്മ വരുന്നു. ആ ജനകീയ കൂട്ടായ്മ വരുമ്പോൾ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ നമുക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടാവും. ഇന്നിപ്പോ നമുക്കറിയാം ഓരോ രാജ്യത്തും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലേ? പിന്നെ ഇസ്രായേലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടൊക്കെ പാലസ്തീനുമായിട്ടുള്ള പ്രശ്നം, അതുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം. അതുപോലെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുദ്ധങ്ങളും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരണ്ട. അതാത് രാജ്യങ്ങളുടെ പ്രശ്നമായിട്ടല്ല കാണുമ്പോൾ ഇത് ലോകത്തിന്റെ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് അതിനെങ്ങനെ ഒരു സമവായത്തിൽ എത്തിച്ചുകൊണ്ട് അതിനെ തണുപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലെ ലോകത്തെ ജനങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അതല്ലാണ്ട് അവരവരുടെ ലൈഫും അവരവരുടെ സുഖവും മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ വരും തലമുറകൾക്ക് ഇവരെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടായെന്ന് സാഹചര്യം. അതിനെ നമ്മൾ ഇപ്പോഴേ മാറ്റിയെടുക്കും. നമുക്കെല്ലാവർക്കും ജീവിക്കണമെങ്കിൽ സാമ്പത്തികം. ആ സാമ്പത്തികം 1 2 അല്ലെങ്കിൽ 8 10 പേരുടെ കൈകളിലേക്ക് പോവുക മാത്രം മതി. അല്ല, എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ സമാധാനം ഉണ്ടാകും. എവിടെയാണ് സമാധാനക്കുണ്ടാകുന്നത്? പലയിടത്തും ചൂഷണം ചെയ്ത് അവരെ മോഹിപ്പിച്ച് അവരെ വേറെ തലത്തിലേക്ക് എത്തിച്ച്
അവരെ യുദ്ധ തെയ്യന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ് സാഹചര്യം. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനകീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അതിൽ കടന്നുള്ള ഒരു ജനകീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അവിടെ ആ ജനങ്ങളുടെ വാക്കിനൊരു വിലയാണ്. അതിനെ കവച്ചു വെച്ചൊരാൾക്കും ഒന്നും ചെയ്യണം. ഇതൊക്കെ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവൂ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനം വളരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.